الحمد لله الواحد القهار الصمد الجبار. الحمد لله الأحد الغفار. الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأطهار. حسبي الله حسبي الله حسبي الله ونعم الوكيل. نعم المولى ونعم النصير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كم تركوا من جنات وعيون وزروع ومقام كريم ونعمة كانوا فيها فاكهين فما بكت عليهم السماء والأرض. صدق الله صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. هل تبكي السماء والأرض فقال رسولنا وحبيبنا مصطفى محمد صلى الله عليه وسلم إذا مات العبد الصالح تبكي السماء والأرض كما قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وأصحابه وأتباعه أجمعين. يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر العاصين كلي غافرا جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي عمدي لا شددي مسيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي
من الدين لخمسة يكفي بها حرا وباء الهاتما المصطفى والمرتضى وابناهما والفاطمة. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനതൻ വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗളതൻ വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗളത് വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു മലരിൻ മണമായിരുന്നെങ്കിൽ മദീനതൻ കാറ്റിലായി മാത്രം ലയിച്ചേനെ. അമ്പിളി തോൽക്കും അഴകിൽ വിരിഞ്ഞോറ് അമ്പവൻപമ്പിയ രാജാനബിയോ വാഴുമ പാവന തീരത്തൊന്നണയാ ഉള്ളം കൊതിച്ചു പോയി. എൻ്റെ ഹൃദയം തുടിച്ചു പോയി. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗളത് വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു വൃക്ഷത്തിൻ തണലായിരുന്നെങ്കിൽ റൗളയ്ക്ക് തണലായി നിത്യം വസിച്ചേനെ. ഞാനൊരു ഒഴുകും പുഴയായിരുന്നെങ്കിൽ മദീനതൻ ചോട്ടിലായി എന്നും ഒലിച്ചേനെ. ഞാനൊരു കത്തും വിളക്കായിരുന്നെങ്കിൽ റൗളതൻ പ്രഭയിൽ എന്നും ജ്വലിച്ചേനെ. അമ്പിളി തോൽക്കും അഴകിൽ വിരിഞ്ഞോർ അമ്പവൻപമ്പിയ രാജാനബിയോ വാഴുമ പാവന തീരത്തൊന്നണയാൻ ഉള്ളം കൊതിച്ചു പോയി. എൻ്റെ ഹൃദയം തുടിച്ചു പോയി. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗളത് വീട്ടിലായി മാത്രം പറന്നേനെ. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ബഹുമാനിയായ മഹല്ല് ഖത്തീബ് ബാഖവി ഉസ്താദ് അവറുകളെ, ഈ മനോഹര വേദിയുടെ കാരണക്കാരും വർഷങ്ങളായി നമ്മുടെ ഈ മഹല്ലിന് പരിപാലന സമിതിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ജമാഅത്ത് പ്രസിഡന്റ് അബൂബക്കർ സാഹിബ്, സെക്രട്ടറി അസ്റഫ് ഹാജി, സംഘാടക സമിതിയിലെ മറ്റു പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട മറ്റു ഉസ്താദുമാരെ, വളരെ നേരത്തെ തന്നെ ഈ മഹനീയമായ സദസ്സിനെ ജനനിബിഡമാക്കിയ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, ഉമ്മപെങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മുടെ ഈ സംഗമത്തെ പൂർണ്ണമായും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ശാരീരികമായി, സാമ്പത്തികമായി, മാനസികമായി നാം ഒക്കെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സർവ്വ വിഷമങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരുമിച്ചുകൂടൽ ഒരു പരിഹാരം തരുമാറാകട്ടെ. ഈ ഒരുമിച്ചുകൂടൽ നമ്മുടെ ജീവിതത്തിന്റെ വലിയ നേട്ടങ്ങളിലേക്കുള്ള യാത്രകൾക്ക് ഒരു കാരണമാക്കി തരുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ സർവ്വ പാപക്കറകളും കഴുകി വെളുപ്പാക്കി വൃത്തിയാക്കി പ്രകാശമുള്ള ഹൃദയത്തോടെ അവസാന വസ്ത്രവും അവസാന വാഹനവും സ്വീകരിച്ച് അള്ളാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് യാത്ര തിരിക്കാൻ സർവാധിനാഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ പേരുടെയും ഖബറിടങ്ങളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുകയും അവരുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹലിൽ നിന്ന് ഇന്ന് മരണപ്പെട്ടു പോയ കുഞ്ഞുമൊയ്തി മാസ്റ്റർ എന്നറിയപ്പെടുന്ന ആ സഹോദരന്റെ പരലോക ജീവിതം അള്ളാഹു സന്തോഷത്തെ ആക്കി കൊടുക്കുമാറാകട്ടെ. ആ വിയോഗത്താൽ വേദനയോടെ കഴിയുന്ന ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സഹനശേഷിയും ക്ഷമയും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്നും അള്ളാഹു ഈ ഒരുമിച്ച് കൂടലിന്റെ ബറക്കത്ത് കൊണ്ട് പൂർണ്ണമായ കാവലും ശിഫാവും സാധുക്കളായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിവിന്റെ വഴിയിൽ വിരൽത്തുമ്പ് പിടിച്ച് ഉപദേശ നിർദ്ദേശം തന്നുകൊണ്ട് നന്മയുടെ വരവരച്ച് ആ വഴിയിലൂടെ, ആ വരയിലൂടെ നമ്മെ കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോയ വിജയത്തിലേക്ക് നാം എത്താൻ വേണ്ടി മനസ്സുരുകി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥന്മാർ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ നന്മകളും അല്ലാഹു അധികരിപ്പിച്ചു കൊടുക്കട്ടെ. അവരുടെ ഗുരുത്വം നമുക്ക് നൽകട്ടെ. അറിവിന്റെ വഴിയിൽ സഹായികളായി നമ്മോടൊപ്പം നിന്നവർ, നമ്മുടെ മുമ്പിൽ നിന്നവർ, നമ്മുടെ പിമ്പിൽ നിന്നവർ എല്ലാവർക്കും അല്ലാഹു ഈ മജ്ലിസിന്റെ പുണ്യം കൊടുക്കട്ടെ. ഈ സദസ്സിന്റെ വിജയത്തിന് വേണ്ടി ആരെല്ലാം പരിശ്രമിച്ചിട്ടുണ്ടോ, ഇതിന്റെ പ്രചരണത്തിന് വേണ്ടി ആരെല്ലാം കഷ്ടപ്പെട്ടിട്ടുണ്ടോ, ഈ നാട്ടിലെ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കളാണ് ഈ പരിപാടിയുടെ നടത്തിപ്പിന്റെ മറ്റു കാര്യങ്ങളെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്കെല്ലാം അല്ലാഹു അർശിന്റെ തണല് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അവസാന വസ്ത്രവും അവസാന വാഹനവും എന്ന ഒരു മനോഹരമായ വിഷയമാണ് ഇന്നും നാളെയുമായി തുടർ വിഷയങ്ങളായി നിങ്ങളോട് ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇന്നലെ ചാവക്കാട് മണത്തല എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ശബ്ദം കേൾക്കുന്ന ഏകദേശമുള്ള ജനങ്ങളെല്ലാം ഇന്ത്യയുടെ സുൽത്താൻ എന്ന ഖ്വാജ മുഈനുദ്ദീൻ ചിശ്തിയിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മനോഹരമായ ചരിത്രം ശ്രദ്ധിക്കുവാനും അവിടത്തേക്ക് ഫാത്തിഹ ഓതി ദുആ എന്നപ്പോൾ ആ ദുആയിൽ പങ്കുകൊള്ളുവാനും സൂചികുത്താൻ ഇടമില്ലാതെ മണത്തലയുടെ പ്രവിശാലമായ ഗ്രൗണ്ട് നിറഞ്ഞു കവിഞ്ഞ ആ സുന്ദരവേദിയിൽ ഇന്നലെ നിങ്ങൾ ഉണ്ടായിരുന്നു. ആ നിങ്ങൾ തന്നെയാണ് ഇന്നും ഇവിടെ വന്നിരിക്കുന്നത് എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി തന്നെ ഒരു തുടർ വിഷയം പോലെ ഇന്ന് മറ്റൊരു വിഷയത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. അവസാന വസ്ത്രവും അവസാന വാഹനവും. എല്ലാ ദിവസവും നേരിട്ട് കാണുന്നത് കൊണ്ടും എവിടെ ഇരിക്കും? ഈ ഭാഗത്ത് കുറെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. പുറത്തുനിന്ന് നോക്കിയാൽ കാണൂല, കോട്ടയം അയ്യപ്പാസ് പോലെ. വെളിയിൽ നിന്ന് നോക്കിയാൽ ചെറിയ കട, പക്ഷെ അകത്ത് അതിവിശാലമായ ഷോറൂം എന്ന് പറഞ്ഞ പോലെ. അവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി ഈ ഇടതുഭാഗത്ത് ധാരാളം സൗകര്യമുണ്ട്. നല്ലതുപോലെ സ്റ്റേജ് കാണാൻ പറ്റുന്ന രീതിയിൽ. സ്റ്റേജ് പിന്നെ നിങ്ങൾ ഇന്ന് എവിടെ ഇരുന്നാലും കാണും. ആ രീതിയിൽ നല്ല രീതിയിൽ അവർ ഉയർത്തിയിട്ടുണ്ട്. ക്യാമറ അവരൊരുപാട് സൗകര്യങ്ങൾ വീണ്ടും ബെഞ്ചൊക്കെ പിടിച്ച് ഡെസ്കൊക്കെ ഇട്ടിട്ടാണ് ഇന്ന് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഇടതുഭാഗത്ത് വന്നിരുന്ന് ദയവ് ചെയ്ത് ആ ഖബറിന്റെ ഭാഗത്ത് നിൽക്കാതെ, ആ വഴിയിൽ നിൽക്കാതെ, ഒരു ഇടുങ്ങിയ വഴിയാണ് നമുക്കുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് സൗകര്യപൂർവ്വം ഇഷ്ടംപോലെ സ്ഥലം, ഈ പിന്നെ പള്ളിപ്പറമ്പിൽ എത്രത്തോളം സ്ഥലമുണ്ട് എന്നത് ഇതിനകത്ത് കയറുമ്പോഴേ നമുക്കറിയാൻ പറ്റും. പലപ്പോഴും ഞാൻ ഇതുവഴി പോയിട്ടുണ്ട്. എങ്കിലും ഇത്ര വിശാലമായ സ്ഥലം ഇവിടെ ഉണ്ടത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഇവിടെ നിന്ന് ഉസ്താദുമാര് പോലും ആദ്യമേ സ്റ്റേജിൽ കയറി വന്നപ്പോൾ ഇത്രയും നോക്കിയിട്ട് പറഞ്ഞു, വെറുതെ ഇത്രയും കസേരം പറക്കിയിട്ട് ആരും വരത്തുമില്ല, ഇയാളിപ്പോ വേണ്ട പാട്ട് പാടിയിട്ടങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ സൗകര്യം പോലെ ഇത്രയും ആള് 5 മിനിറ്റിനകത്ത് നിറഞ്ഞത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുരുനാഥന്മാരുടെ ഗുരുത്വം കൊണ്ട് നമുക്ക് തരുന്നൊരു വലിയ പ്രത്യേകതയാണ്. അല്ലാഹു ഇത് നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ ഇടതുഭാഗത്തുള്ള വിശാലമായ സൗകര്യത്തിലേക്ക്
എല്ലാ സഹോദരങ്ങളും കാരണം ഒരുപാട് പേര് ദൂരത്തു നിന്നൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, നമുക്ക് വളരെ നേരത്തെ തന്നെ പ്രസംഗം തുടങ്ങണം. ചാവക്കാട് മേഖലകൾ പ്രത്യേകിച്ച് ഒരു 8 മണിക്ക് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, അധികമായി പോയാൽ ഒരു 8:30-ക്കെങ്കിലും തുടങ്ങുന്ന രീതിയിലാണെങ്കിൽ വിശാലമായ റാഹത്തായ രീതിയിൽ നമുക്ക് പറഞ്ഞു പിരിയാൻ പറ്റുള്ളൂ. നേരെ വൈകി എങ്കിൽ പോലും എല്ലാവരും അതൊരു ശീലമാക്കി വെച്ചിരിക്കുന്നു 9:30-10 മണി എന്നതൊക്കെ. അതുകൊണ്ട് അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവണം. എല്ലാവരും വളരെ വേഗം തന്നെ ആ ഒഴിവായ ഭാഗത്തേക്ക് വന്നിരിക്കണം. പ്രസംഗത്തിനിടയിൽ മറ്റു കാര്യങ്ങളൊന്നും ഞാനിനി പറയില്ല എന്ന് സംഘാടകരെ ഓർമ്മപ്പെടുത്തുകയാണ്. അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങളല്ലാതെ പിന്നെ മറ്റു തുണ്ടുകളൊന്നും ദയവ് ചെയ്ത് ഈ പ്രസംഗത്തിനിടയിൽ കൊണ്ട് തരരുത്. അതിലുപരി ഒരു സന്തോഷം കൂടി നിങ്ങളെ ആദ്യമേ അറിയിക്കുകയാണ്. ഏതെങ്കിലും ഒരു പ്രത്യേകമായ കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് മണിക്കൂറുകളോളമുള്ള ഒരു പിരിവ് ഇവിടെ വേണ്ട എന്ന് ആദ്യമേ തന്നെ ഇതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഓടി നടക്കുന്ന പ്രിയപ്പെട്ട സെക്രട്ടറി അഷ്റഫ് ഹാജി എന്നെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പിന്നെ നമ്മുടെ മഹല്ല് ഈ പരിപാടി വെക്കുമ്പോൾ അതിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മഹലിലേക്ക് തന്നെ ലാസ്റ്റ് എന്ന് ചേരുന്ന രീതിയിൽ ഒരു ബക്കറ്റ് കളക്ഷനും അവസാനം നിർത്താൻ നേരത്തെ ഒരു 2 മിനിറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് പൊരുത്തമുണ്ടെങ്കിൽ മാത്രം ഒരു ചെറിയ സ്വതക്ക, അതൊരു സന്തോഷത്തോടു കൂടി 100, 200, 500 ഒക്കെ ആയി പലരും നേരത്തെ ദുആ ചെയ്യാൻ എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു പിരിവിന്റെ മജ്‌ലിസായിട്ട് ഇതിനെ ഉസ്താദ് മനസ്സിലാക്കേണ്ട. ജനങ്ങളും ആ രീതിയിലല്ല വന്നിരിക്കുന്നത്. ഞങ്ങൾക്കും അതല്ല ആഗ്രഹം. 2 ദിവസത്തെ ഒരു അത് കേൾക്കണമെന്ന അതിയായ ആഗ്രഹം. ഒരു ദിവസം മാത്രം ആദ്യം ഒന്ന് കൊടുത്ത് ഒഴിയാൻ നോക്കിയപ്പോ ഒരുപാട് നിർബന്ധിച്ച് എന്റെ പ്രിയ സഹോദരൻ ഹാരിസിന്റെ അടുത്ത് വന്നിരുന്നു. അങ്ങനെ പറയണം, നീ ഉസ്താദിനോട് ഇങ്ങനെ പറയണം, നീ ഉസ്താദിനോട് അങ്ങനെ പറയണം എന്നൊക്കെ പറഞ്ഞ് അവസാനം 2 ദിവസം അനുകൂലമാക്കി എടുക്കുകയും ആ മനോഹരമായ 2 ദിവസത്തെ നിങ്ങൾ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തിയിട്ടാണ് ഞാൻ വിഷയത്തിലേക്ക് വരുന്നത്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ സദസ്സൊരുക്കിയ സംഘാടകർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ കസേര ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഒരാൾ പോലും നിൽക്കരുത്. കസേര കഴിഞ്ഞാൽ ബാക്കി കാര്യം നമുക്ക് പിന്നീട് ആലോചിക്കാം. ഏറ്റവും പുറകിൽ നല്ല സൗകര്യമുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാത്തതാണ്. വാലന്റീഴ്സിന്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ അവിടെ നിൽക്കുന്നവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ എല്ലാ ദിവസവും വാതേക്കം വരുന്നവർ മാത്രമേ നല്ല ശബ്ദത്തിൽ സലാത്തിയല്ലോ. 2-3 ദിവസം അത് നിന്ന് പോയാൽ പിന്നെ സലാത്തങ്ങൾ നിന്ന് പോകരുത്. അത് ലോകത്ത് എവിടെ പോയാലും ആരുടെ മുന്നിൽ പോയാലും നമ്മുടെ മനസ്സിൽ നല്ല ആവേശത്തോടു കൂടി വരാനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ജീവിതത്തിൽ വന്നുപോയവർക്കെല്ലാം മനസ്സുകൊണ്ട് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് എന്തെങ്കിലും ഒരു വലിയ സമ്മാനം നമ്മുടെ മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിക്കുന്ന, അത് സ്വീകരിച്ചുകൊണ്ട് ആ മുഖത്ത് വല്ലാത്ത സന്തോഷം പ്രകടമാകുന്ന ഒരു സമ്മാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊടുക്കുക എന്നത് ഏതൊരു വിശ്വാസിയുടെയും ജീവിതത്തിന്റെ ഒരു വലിയ ആഗ്രഹമാണ്, ഒരു വലിയ ആർത്തിയാണ്. പ്രവാചക പ്രേമത്തിന്റെ കഥകൾ, ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അതിന്റെ ഇടകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സമ്മാനം കൊടുക്കുവാനായി ഒരു പ്രാവിന്റെ കൂടിന്റെ മുകൾ ഭാഗത്തേക്ക് കടന്നു ചെന്നുകൊണ്ട് ഒരു പ്രാവിൻ കുഞ്ഞിനെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കൊണ്ടുകൊടുത്തു എന്ന് ഒരു പിഞ്ചുപാലന്റെ മനോഹരമായ കഥ. ആ പ്രാവിൻ കുഞ്ഞിനെ കൊണ്ടുകൊടുത്ത ആ പ്രിയപ്പെട്ട കുഞ്ഞാഗ്രഹിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു സമ്മാനം കൊടുക്കുക. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരങ്ങളിലേക്ക് ഏറ്റവും വലിയ റാഹത്ത് തോന്നിക്കുന്ന, ഏറ്റവും വലിയ വിലപിടിപ്പുള്ള ഒരു സമ്മാനം കൊടുക്കുക എന്ന ഒരു വലിയ ലക്ഷ്യം സഹാബത്തിന്റെ ഇടയിലുണ്ടായിരുന്നു. പുന്നാര നബി തങ്ങളുടെ പുഞ്ചിരിയും ആ ഭൂമുഖത്തെ പ്രകാശവുമെല്ലാം അത്രത്തോളം പ്രിയപ്പെട്ട സഹാബത്തിന്റെ വല്ലാത്ത ആവേശവും ആനന്ദവുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു വിലപിടിപ്പുള്ള സമ്മാനവുമായി ഉഖൈദർ രാജാവ് എന്നറിയപ്പെടുന്ന ഒരു രാജാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരികയാണ്. അധികാരമുള്ള, പണവും പവറുമുള്ള, പ്രാപ്തിയുള്ള ഉഖൈദർ രാജാവ് ഒരു വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രവുമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിലേക്ക് കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ട് ഉഖൈദർ രാജാവ് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ,
അവിടുന്ന് ഇത് സ്വീകരിക്കണം. ഒരുപാട് കാലം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച, ഒരുപാട് കാലം കൊണ്ട് ഞാൻ ഇഷ്ടപ്പെട്ട അങ്ങേക്ക് തരണമെന്ന് മനസ്സുകൊണ്ട് കൊതിച്ചിരുന്നിട്ട് ഏറ്റവും വിലപിടിപ്പുള്ള മനോഹരമായ ഒരു വസ്ത്രവുമായിട്ടാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ അങ്ങയുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് മുത്തു റസൂലെ അങ്ങിത് സ്വീകരിക്കണമെന്ന് മാത്രമല്ല, അങ്ങിത് സ്വീകരിച്ചിട്ട് വിലപിടിപ്പുള്ളതായതുകൊണ്ട്, കൂടിയ വസ്ത്രമായതുകൊണ്ട് അങ്ങൊരിക്കലും ഇത് ഒഴിവാക്കരുത് റസൂലെ. അങ്ങയുടെ ശരീരത്തിലേക്ക് ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വരണം. അത് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനിത് തരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോ ഉഖൈദർ രാജാവിന്റെ മനസ്സിന്റെ ആഗ്രഹത്തിന് വിലങ്ങതടിയാകാതിരിക്കാൻ ഉഖൈദർ രാജാവ് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതുപോലെ ആ വസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഒരുപാട് ആഗ്രഹത്തോടുകൂടി കൊണ്ടുവന്നതല്ലേ, ആ മനസ്സിന് സങ്കടമാകണ്ട എന്ന് കരുതി ഉഖൈദർ രാജാവിന്റെ കയ്യിൽ നിന്ന് ആ വസ്ത്രം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാങ്ങുകയാണ്. അകത്തേക്ക് കടന്നുപോയ മുത്തു റസൂൽ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അങ്ങോട്ട് മാറ്റിയിട്ട് ഈ രാജാവ് കൊണ്ടുവന്ന ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം തന്റെ ശരീരത്തിലേക്ക് അണിഞ്ഞുകൊണ്ട് ആ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ആ മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വന്നു പോയപ്പോ സൗന്ദര്യവർദ്ധന വസ്തുക്കൾ പുരട്ടാതെ ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യം അല്ലാഹു കൊടുത്ത മുത്തേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മരുന്ന് പുരട്ടാതെ, ഒരു മോഡൽ വസ്ത്രം ധരിക്കാതെ, ഒരു ഭംഗിയുടെ വാക്കുകളും ആനന്ദങ്ങളും കടന്നു വരാതെ അള്ളാഹുവിന്റെ റസൂൽ ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ പ്രതീകമായി മാറിപ്പോയെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രം കൂടി ധരിച്ചു കൊണ്ടുവന്നപ്പോ ആ പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭ കണ്ടിട്ട് സഹാബികൾക്ക് അത്ഭുതം തോന്നുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ കൗതുകത്തോടെ മുഖത്തോടെ മുഖം നോക്കിയിരിക്കുമ്പോ ആ സഹാബികൾക്കിടയിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്ന് ധരിച്ചു കൊണ്ടുവന്ന ഈ മനോഹരമായ വസ്ത്രം അവിടുന്ന് എനിക്ക് തരുവോ നബിയെ എന്നൊരു ചോദ്യമായിരുന്നു. സഹാബികളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. എന്ത് ചോദിച്ചാലും അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ എത്ര വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇരുന്നാലും, ആരെന്തുകൊണ്ട് കൊടുത്താലും മുമ്പിലിരിക്കുന്ന ഒരാൾ അല്ലാഹുവിന്റെ റസൂലേ അത് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുക്കും. ഈ സഹാബി ഇങ്ങനെ ചോദിച്ചപ്പോ സഹാബികളൊക്കെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി. എല്ലാവരും ആ പ്രിയപ്പെട്ട സഹാബിയെ കുറ്റപ്പെടുത്തി. എന്തിനാണ് ചോദിച്ചത്? എന്ത് ചോദിച്ചാലും നബി തരുമെന്നറിയില്ലേ? വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ടില്ലാത്ത റസൂൽ ഇന്ന് ആദ്യമായി ഇങ്ങനെ മനോഹരമായ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് കടന്നു വന്നപ്പോ എന്തിനാണ് ചോദിച്ചത്? ഞങ്ങളൊക്കെ അത് മുത്തു റസൂൽ ധരിച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ കൊതിച്ചുപോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികൾ ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അകത്തേക്ക് കടന്നുപോയി. ധരിച്ചിരുന്ന മനോഹരമായ ഉഖൈദർ രാജാവ് കൊടുത്ത മനോഹരമായ വസ്ത്രം അടിച്ചെടുക്കുകയാണ്. ആ വസ്ത്രം കൊണ്ടുവന്ന് ഈ ചോദിച്ച സഹാബിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോ ആ സ്വഹാബിക്ക് മനസ്സിന്റെ അകത്ത് വല്ലാത്ത സന്തോഷമാണ്. ആ വസ്ത്രത്തിലേക്ക് കരഞ്ഞുകൊണ്ട് മുത്തം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത ആ മനോഹരമായ വസ്ത്രത്തിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് ആ സഹാബി സദസ്സിലേക്ക് വന്നിരിക്കുമ്പോ കൂടെയിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാം വളരെ സങ്കടത്തോടുകൂടി പറഞ്ഞു, നീ ഒരിക്കലും അത് ചെയ്യരുതായിരുന്നു, ഒരിക്കലും നീ അത് ചെയ്യരുതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ആഗ്രഹത്തോടെ നിർബന്ധിച്ചുകൊണ്ട് ധരിക്കാൻ കൊടുത്ത വസ്ത്രമായിരുന്നില്ലേ? എന്തിനാണ് നീ അത് മടക്കി ചോദിച്ചത്? ഒരിക്കലും നീ അത് ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സഹാബി ആ സദസ്സിലിരുന്നു കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. വേദനയോടെ, വിതുമ്പലോടെ, വിങ്ങലോടെ ആ പ്രിയപ്പെട്ട സഹാബി പൊട്ടിക്കരയുമ്പോ കൂടെ ഇരിക്കുന്നവര് പറയുന്നു, നീ എന്തിനാണ് കരയുന്നത്? ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തിയത് കൊണ്ടാണോ? ആ വസ്ത്രം വാങ്ങിയത് ശരിയല്ല എന്ന് പറഞ്ഞത് കൊണ്ടാണോ? ആ സമയത്ത് ആ പ്രിയപ്പെട്ട സഹാബി പറയുകയാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു, നാളെ മദീനയുടെ ഹദറത്തിലേക്ക്, നിങ്ങളുടെ സമക്ഷത്തിലേക്ക് വിലപിടിപ്പുള്ള ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് അഹങ്കാരത്തോടെ കടന്നു വരാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഈ വസ്ത്രം റസൂലുള്ളാഹിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയത്. നാളെ നിങ്ങൾക്ക് മുന്നിലൂടെ എന്റെ റസൂൽ ധരിച്ച വസ്ത്രമാണെന്ന് പറഞ്ഞ് ധരിച്ചുകൊണ്ട് നിങ്ങളുടെ മുന്നിലൂടെ നടന്നു പോകാൻ വേണ്ടിയിട്ടല്ല ഈ വിലപിടിപ്പുള്ള വസ്ത്രം ഞാൻ വാങ്ങിയതെന്നല്ല റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ്. സഹാബികൾ പറയുന്നു, പിന്നെ എന്തിനാണ് നീ വാങ്ങിയത്? പിന്നെ ആ വസ്ത്രം നീ എന്തിനാ വാങ്ങിയത്? ആ കൂട്ടുകാരൻ പറയുന്ന സഹാബത്തേ, ഈ ലോകത്തിരുന്ന ഖാബിദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിച്ചുകൊണ്ട് പോകുന്ന ഭയാനകരമായ രംഗമുണ്ടല്ലോ.
എല്ലാ മനുഷ്യരും തകർന്നു പോകുന്ന ലോകത്തെ അഹങ്കാരത്തോടെ ആളോട് അധികാരത്തോടെ ജീവിച്ചിരുന്നവരാകട്ടെ അവസാനം അസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭയാനകരമായ നോട്ടത്തിന് മുന്നിൽ പിടഞ്ഞു വീണുകൊണ്ട് ആത്മാവ് ഊരിയെടുത്തുകൊണ്ട് പോകുന്ന ദിവസമുണ്ടല്ലോ. അന്നെന്റെ ബന്ധുക്കൾ എന്നെ കുളിപ്പിക്കുമ്പോ, എന്റെ ബന്ധുക്കൾ എന്നെ മലപാടാൻ വേണ്ടിയിട്ട് ഒരുക്കിയെടുക്കുമ്പോ, എന്നെ പൊതിയാൻ വേണ്ടിയിട്ട് 3 വസ്ത്രങ്ങൾ കൊണ്ടുവരുമല്ലോ. ആ വിലപിടിപ്പുള്ള 3 വസ്ത്രങ്ങൾ എന്റെ മയ്യത്ത് പൊതിയുമ്പോ അതിൽ നിന്നൊരു വസ്ത്രം അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് ആ ഒരു വസ്ത്രത്തിന് പകരം എന്റെ മുത്തു റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന, കുറെ സമയമെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരുന്ന ഈ മനോഹരമായ വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം എന്റെ ശരീരത്തിലേക്ക് മയ്യത്തിനെ പൊതിയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ആ വസ്ത്രം കൊണ്ട് എന്നെ മയ്യത്ത് പൊതിഞ്ഞാൽ, എന്നെ പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവച്ചാൽ, മണ്ണറക്കുടിയുടെ ഉള്ളറയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുവച്ചാൽ ഒരിക്കലും നരകത്തിന്റെ കനൽക്കെട്ടുകൾ വന്നിട്ട് എന്റെ ശരീരത്തെ ഉപദ്രവിക്കില്ല എന്നെനിക്കുറപ്പാണ്. എന്റെ ശരീരത്തെ പുഴുക്കൾ തിന്നില്ല, എന്റെ ശരീരത്തെ ചിതരെടുക്കില്ല. എന്തുകൊണ്ടെന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ പുണ്യ ശരീരത്തിലേക്ക് കുറെ സമയം ധരിച്ചിരുന്ന മനോഹരമായ ബറക്കത്തുള്ള ആയുസ്സുള്ള വസ്ത്രം ഞാൻ എന്റെ ശരീരത്തിലേക്ക് ധരിച്ചു പോയതുകൊണ്ട് കബറിന്റെ പെരുമാപ്പിളയെ പോലെ സന്തോഷത്തോടെ ലോകാവസാനം വരെ കഴിയാമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ആ ഒരു ആഗ്രഹം കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ ധരിച്ച വസ്ത്രം ഞാൻ വാങ്ങിയത്. എന്റെ ജീവിതത്തിന്റെ അവസാന വസ്ത്രമായിട്ട് കൊണ്ടുവരാ, എന്റെ ജീവിതത്തിൽ നിന്ന് അവസാനമായിട്ട് ഞാൻ ധരിക്കുന്ന വസ്ത്രമില്ലേ, അല്ലാഹുവിന്റെ റസൂൽ ധരിച്ച വസ്ത്രമാകാ കൊതിച്ചു പോയത് കൊണ്ടാണ് നിങ്ങളെയൊക്കെ വേദനിപ്പിച്ചുകൊണ്ട് ഞാനത് വാങ്ങിയതെന്ന് പറഞ്ഞു പോയെങ്കിൽ പുണ്ണിയൂർകുളത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, എന്റെ പ്രിയപ്പെട്ട മോമിനാത്തുകളെ, കല്യാണത്തിന് പോകുമ്പോൾ ധരിക്കാറുള്ള വസ്ത്രത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂദാബിയിലേക്ക്, ദുബായിലേക്ക്, മസ്കറ്റിലേക്ക്, ഖത്തറിലേക്ക്, വിദേശത്തേക്ക് പോകുമ്പോൾ ആ വസ്ത്രം ധരിക്കണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവരെ, അങ്ങനെ നൂറുകണക്കാണ് വസ്ത്രങ്ങളെ കുറിച്ച് കണക്കുകൂട്ടി ചിന്തിച്ചുകൊണ്ട് ഇന്ന് വരെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ധരിക്കുക ഓരോ മോഡൽ വസ്ത്രങ്ങളെ മാറ്റിവെച്ചു പോലെ എന്റെ പ്രിയപ്പെട്ട പുന്നയൂർ കുളത്ത് വന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, ഞാനിന്ന് വേദനയോടോട് ചോദിക്കട്ടെ, നാളിതുവരെ നിങ്ങൾ നിങ്ങളുടെ അവസാന വസ്ത്രത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, എന്റെ മനോഹരമായ വസ്ത്രം അങ്ങോട്ട് ഒഴിച്ചു മാറ്റുമ്പോ, വിലപിടിപ്പുള്ള ചുരിദാറുകൾ വെട്ടിമാറ്റുമ്പോ, വിലപിടിപ്പുള്ള മനോഹരമായ വസ്ത്രങ്ങൾ എന്റെ ശരീരത്തിൽ നിന്ന് അടിച്ചു മാറ്റുമ്പോ, ഷാദവാക്കിൽ പുന്നയൂർ കുളത്ത് മനോഹരമായ സ്വർഗത്തിന്റെ വീടിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ ഞാൻ ധരിച്ചിരിക്കുന്ന കുപ്പായം അങ്ങോട്ട് മാറ്റുമ്പോ, എന്റെ വസ്ത്രം അങ്ങോട്ട് മാറ്റുമ്പോ അവസാനമല്ല പച്ചമണ്ണിന്റെ ഉള്ളറയിലേക്ക് എന്റെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോ എന്നെ പൊതിയാനുള്ള വസ്ത്രത്തെക്കുറിച്ച് എന്റെ പ്രിയമുള്ളവരെ നാളുകൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വിശീകമായ ദുനിയാവിന്റെ പിശാചിന്റെ മോഹവലയത്തിന്റെ ഉള്ളറയിലേക്ക് വീണുപോയി ഹറാമിയത്തുകളെ കൂത്തരങ്ങുകൾ വീട്ടിന്റെ കത്ത് അരങ്ങ് തകർക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്റെ മലബാറിന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഇന്നും നാളെയുമായി നിന്റെ മനസ്സിന്റെ ഉള്ളറയിലേക്ക് കടന്നു വരാൻ പോകുന്നതെന്താ? അവസാനമായി നിന്നെ പൊടിയാൻ പോകുന്ന വസ്ത്രത്തെ കുറിച്ചാ, അവസാനമായി നിന്നെ കൊണ്ടുപോകാൻ പോകുന്ന വാഹനത്തെ കുറിച്ചാ. ഈ പ്രിയപ്പെട്ട സഹാബി പറയുന്നു, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന ആ വസ്ത്രം എന്റെ മയ്യത്ത് പൊതിയുന്ന തുണിയാകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ ഖബറിന്റെ അകത്ത് എനിക്ക് വല്ലാത്ത സന്തോഷം കിട്ടുമെന്നാ പറഞ്ഞു. ടാർപ്പോണങ്ങളുടെ അടുത്ത് വിരിച്ചെടുത്ത കുറെ ആൾക്കാർ കൂടി കിട്ടും, അവിടെ നിറഞ്ഞെങ്കിൽ മാത്രം. ഏറ്റവും പുറകില് കുറെ കസേര സൈഡിൽ, അത് സദസ് കാണാൻ കഴിയാത്തതുകൊണ്ട് അങ്ങനെ ഇട്ടിരിക്കാൻ തോന്നുന്നു. അത് അവിടെ നിന്ന് എടുത്താൽ ഇത് ഈ സദസ് കുറച്ചുകൂടെ നമുക്ക് ഞെരുക്കിയിടാം കസേര. അത് അവിടെ നിന്ന് എടുത്താൽ ഇതിന്റെ പുറകിൽ സൗകര്യപ്പെടുത്താൻ സാധിക്കും. ബാങ്കേഴ്സ് ഒന്ന് ചെന്നിട്ട് ഈ ഭാഗത്തിരിക്കുന്നവർ ഈ ഇടയിൽ എവിടെയെങ്കിലും കസേര ഒഴിവുണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഉയർത്തി കാണിച്ച് ഒരുപാട് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങൾ ചെന്നിരിക്കാം. ഒരു 10-20 പേർക്ക് ഇതിന്റെ അകത്ത് നല്ലതുപോലെ കടന്നിരിക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ചെയ്യും, സന്തോഷമായിട്ട് എല്ലാവരും ഒന്ന് സഹകരിക്കും. അവിടെ ടാർപ്പിട്ടിട്ട് കുഞ്ഞുങ്ങളെ ഞാനിപ്പോൾ വിളിച്ചിരുത്തി തരാം. കുഞ്ഞുമക്കളെ നമുക്ക് ടാർപ്പിട്ടാൽ ഇവിടെ ഇരുത്താം. മുതിർന്നവർക്ക് ഈ കസേരയിൽ വന്നിരിക്കാം. കുഞ്ഞുമക്കൾ ഇപ്പൊ പറയും, ഇയാൾ വന്ന് നമുക്ക് പണി തരാൻ തുടങ്ങിയിട്ടുണ്ട്, ഇയാൾ എവിടെ പോയാലും നമുക്ക് അഗസ്റ്റ് പണി തരാം. ഒരിക്കലും വിഷമിക്കില്ല. കുഞ്ഞുമക്കൾ അങ്ങനെ ഇരുന്നത് കൊണ്ടൊരു വിഷമമില്ല. ഉറങ്ങി നിറയെ വീഴത്തുമില്ല. നിലത്താവുമ്പോ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യാം. നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുമ്പോ
ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞു തരാൻ പറ്റുകയും ചെയ്യും. നമ്മുടെ കമലാസൂര്യയുടെ ക്യാമറയും തട്ടിയിട്ടുള്ളായിരുന്നു, ടാർപ്പൊക്കെ വിരിക്കണ കൊള്ളാം. അത് മൈക്ക് സെറ്റാറെ ടാർപ്പായിരുന്നു. ചെല്ലി എല്ലാരും ചെല്ലി. മയ്യത്ത് പൊതിയാൻ തുടങ്ങിയ പിന്നെ നമുക്ക് വേറെ ഒന്നും ചർച്ച ചെയ്യാൻ പറ്റൂല. അതുകൊണ്ടാണ് അതിന് മുമ്പ് ഈ ഭാഗത്തോട്ട് പോട്ടെ. സർവജി എല്ലാരും വിളിച്ചോളി. ആളിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പള്ളിയുടെ ആ ഭാഗത്തിരുന്ന്. അപ്പോൾ അതിന്റെ ശേഷം എല്ലാവരും നിർബന്ധമായിട്ട് ഇവിടെ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ അവർ വന്നോളൂ. ആട് ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ ഇന്ന് വരെ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു ചിന്ത കടന്നു വന്നിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം എന്റെ കഫം പുടവയായിട്ട് എനിക്ക് ഉപയോഗിക്കണം എന്ന ഒരു ആഗ്രഹം ആ സഹാബിയുടെ മനസ്സിൽ വന്നത് പരലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ അൽ ഖബറു മൻസിലും മിൻ മനാസിലിൽ ആഖിറ, ഒന്നാമത്തെ സ്വീകരണ സ്ഥലമാകുന്ന ഖബറിന്റെ ഉള്ളറയിൽ അല്ലാഹുവേ ഭയാനകരമായ ചോദ്യത്തെ ഞാൻ നേരിടുമ്പോൾ, ഒരുപാട് വിഷമങ്ങൾ നേരിടാൻ പോകുമ്പോൾ ആ ഖബറിന്റെ ഉള്ളറയിൽ ഒരു സാന്ത്വനം ലഭിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ സുഗന്ധമുള്ള ആ വസ്ത്രം കൊണ്ടുപോയാൽ സാധിക്കുമെന്ന വിശ്വാസം മനസ്സിന്റെ അകത്തുള്ളതാണെങ്കിൽ ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ് എന്ന് നിങ്ങൾക്കറിയോ? ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ഈ സദസ്സിൽ വന്നിരിക്കുന്ന ആയിരക്കണക്കിന് സഹോദരിമാർ, ആയിരക്കണക്കിന് സഹോദരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? ഏറ്റവും വലിയ ഭാഗ്യം എന്താ? എനിക്ക് ഇരിക്കുന്ന ഉസ്താദുമാർക്കൊക്കെ അല്ലാഹു കൊടുക്കുന്ന ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യം, പുണ്ണിയൂർ കുളത്ത് പള്ളിയെക്കാളും ഉയർന്നു നിൽക്കുന്ന വലിയ ഒരു കൊട്ടാരം വെക്കുവാൻ അല്ലാഹു സാമ്പത്തിക ശേഷി കൊടുത്തത് കൊണ്ട് ഭാഗ്യവാനാവില്ല. ഈ വന്നിരിക്കുന്ന സഹോദരിമാരിൽ ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചതുകൊണ്ട്, ഏറ്റവും വിലപിടിപ്പുള്ള ആഭരണം അണിഞ്ഞതുകൊണ്ട് എന്റെ പെങ്ങളെ ഒരിക്കലും നീ ഭാഗ്യവതിയാവില്ല. ഏറ്റവും വലിയ കാശുകാരന്റെ ഭാര്യയായി പോയതുകൊണ്ട്, ഏറ്റവും വലിയ പണ്ഡിതന്റെ ഭാര്യയായി പോയതുകൊണ്ട് നിനക്ക് ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് പറയാൻ കഴിയില്ല. പിന്നെ എപ്പോഴാണ് ഏറ്റവും വലിയ ഭാഗ്യം നിന്നെ കുറിച്ച് പറയപ്പെടുന്നതെന്നറിയുമോ? എത്രയോ ചെറുപ്പക്കാരന്റെ എനിക്ക് ജോലിയുണ്ട് സാറേ, ഒരു മാസം 50,000 70,000 ഒരു ശമ്പളമാ, അതെന്റെ ഭാഗ്യമാണെന്ന് മനസ്സുകൊണ്ട് വിലയിരുത്തുന്ന ചെറുപ്പക്കാരാ, വിദേശ രാജ്യത്തിലേക്ക് പോയി ചുരുക്കം ചില മാസങ്ങൾ കൊണ്ട് കോടികളുടെ ആസ്തിയുമായി മടങ്ങി വരുന്ന തൃശൂർ ജില്ലയുടെ മലബാറിന്റെ ചാവക്കാടിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നോക്കിയിട്ട് അവന്തൊരു ഭാഗ്യവാനാണ്, അവനെന്തൊരു ഭാഗ്യവാനാണെന്ന് പറയുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ജീവിതത്തിൽ അല്ലാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യം എപ്പോഴെന്നറിയോ? ഒരു ദിവസം നീ മരണപ്പെടുകയാണ്. നീ മരണപ്പെടുമ്പോ അത്ഭുതത്തോടെ ജനങ്ങളൊക്കെ വന്നു നോക്കിയിട്ട് പറയുന്നു, നിന്റെ മുഖത്തെന്തോ ഒരു പ്രകാശമാ, നിന്റെ മുഖത്തെന്തോ ഒരു പ്രകാശമാണ്. മരണപ്പെട്ട് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് പുണ്ണിയൂർ കുളത്ത് മനോഹരമായ പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവരികയാണ്. ഒരു ബുദ്ധിമുട്ടും ഒരാൾക്കും നീ ഏൽപ്പിക്കുന്നില്ല. ആ മയ്യത്തിനെ കുളിപ്പിക്കാൻ, ആ മയ്യത്തിനെ പൊതിയാൻ, ആ മയ്യത്തിനെ ചുമന്നു കൊണ്ടുവരാ ഒരാൾക്കും അല്ലാഹു ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും അല്ലാഹു ഏൽപ്പിക്കുന്നില്ല. വളരെ സന്തോഷത്തോട് ആരോ മയ്യത്ത് ചുമന്നു കൊണ്ടുപോകുന്ന പോലെ ഭാരം പോലുമില്ലാതെ, ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലുമില്ലാതെ നിന്റെ മയ്യത്തിനേരാ ഖബർസ്ഥാനിലേക്ക് പൊരിഞ്ഞു കൊണ്ടുപോകാൻ പറ്റുമ്പോ ജനങ്ങളെല്ലാവരും പറയുന്നു, എന്തോ ഒരു അത്ഭുതമാ, എന്തോ ഒരു മരണമാ, എന്തോ ഒരു ഭാഗ്യമാ. അതാണ് ജീവിതത്തിൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. പുണ്ണിയൂർ കുളത്തിന്റെ പരിസരത്ത് നിങ്ങൾ മരണപ്പെട്ട് കിടക്കുമ്പോ ആ മരണ വീട്ടിലേക്ക് പ്രകാശം പരത്തുന്ന മലക്കുകൾ പറന്നിറങ്ങിയാൽ, ആ മരണ വീട്ടിലേക്ക് അത്ര പുരട്ടാതെ സുഗന്ധം വന്നു പോയാൽ, ആ മരണ വീട്ടിലേക്ക് ഒരാൾക്കും ബുദ്ധിമുട്ടില്ലാതെ എത്രയും പെട്ടെന്ന് മയ്യത്തിനെ അടക്കുന്നതിനുള്ള സൗകര്യം ലഭിച്ചാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മയ്യത്തിനോളം ഭാഗ്യമുള്ള ഒരാൾ ലോകത്ത് വേറെയില്ല. ആ ഭാഗ്യം
ഈ സരസിൽ വന്ന് ചെറുപ്പക്കാരാ നമുക്ക് നേടണ്ടേ ആ ഭാഗ്യന്റെ പ്രിയപ്പെട്ട നിങ്ങളെ നമുക്ക് നേടണ്ടേ. തലമറച്ചുകൊണ്ട് മൊത്തയിട്ടുകൊണ്ട് ഒരു മുടി പോലും പുറത്തു കാണിക്കാറ് ഉസ്താദേ ഞങ്ങളെന്നും പ്രസംഗം കേൾക്കുന്നവരാ, എന്നും തബാറകല്ല് ഓതുന്നവരാ, എന്നും സ്വലാത്ത് ചെല്ലുന്നവരാ, എന്നും ദുആരക്കുന്നവരാ എന്ന് പറഞ്ഞ് സരസിലേക്ക് വന്ന ആയിരക്കണക്കിന് ഉമ്മമാരോട് പറയുകയാ, മരിച്ചു കിടക്കുന്ന ഈമാന്റെ പ്രകാശത്തോടെ പ്രഭയോട് ഈ ലോകത്തിൽ നിന്ന് പിരിയുന്ന ഒരു സന്തോഷം നിനക്ക് അല്ലാഹു തരുമാറാകട്ടെ. എല്ലാവർക്കും അത് ലഭിക്കില്ല പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഒരിക്കലും അത് ലഭിക്കൂല. അല്ലാഹുവിന്റെ മലക്കുകൾ നീ മരിച്ച വീട്ടിലേക്ക് ഇറങ്ങി വരുന്ന അത്ഭുതം നടക്കുന്നോ എന്തോ ഒരു സന്തോഷമായിരിക്കും നിനക്കെന്നറിയുമോ. ആ ഒരു ഭാഗ്യം നേടിയെടുക്കാൻ സാധിക്കണം. അതിന് നമ്മുടെ മനസ്സാദ്യം ഭംഗിയാക്കി എടുക്കണം. നിയ്യത്ത് നല്ലതായാൽ മയ്യത്ത് നല്ലതാകുമെന്നാണ്. വേഷം നല്ലതാണ്, വസ്ത്രം നല്ലതാണ്, സംസാരം നല്ലതാണ്. പക്ഷേ മനസ്സിന്റെ അകത്ത് മാത്രം ഇച്ചിരി ദുർഗുണങ്ങളുണ്ട് എങ്കിൽ നല്ല മയ്യത്താകാൻ ഒരിക്കലും ആ ശരീരത്തിന് അല്ലാഹു അവസരം കൊടുക്കൂല. നിയ്യത്ത് നല്ലതാണെങ്കിൽ മാത്രമേ നമ്മുടെ മയ്യത്ത് നല്ലതാകൂ, ഇല്ലെങ്കിൽ നമ്മുടെ മയ്യത്തിനൊരു ഭംഗി ഉണ്ടാവൂല. ഞാൻ ഇന്നലെ കൊല്ലം ജില്ലയുടെ ഓച്ചിറ എന്ന് പറയുന്ന, ആലപ്പുഴ ജില്ലയുടെ തുടക്കവും കൊല്ലം ജില്ലയുടെ അവസാനവുമായ ഓച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മയ്യത്ത് കാണാൻ വേണ്ടി പോയി. അവിടെ ഓച്ചിറ ഉപ്പ എന്നറിയപ്പെടുന്ന ഒരു വലിയ മഹാനുണ്ട്. ഉസ്താദുമാർക്കൊക്കെ പരിചയമുണ്ടാകും. ഒരുപാട് ആരിഫീങ്ങളുടെ ബന്ധമുള്ള ആ ബഹുമാനപ്പെട്ട ഓച്ചിറ ഉപ്പായുമായി നല്ല ബന്ധമുള്ള ഒരു പ്രിയപ്പെട്ട ആ പണ്ഡിതൻ ഇന്നലെ മരണപ്പെടുകയുണ്ടായി. ഞാൻ ഇങ്ങോട്ട് ഇന്നലെ ചാവക്കാട് പരിപാടിക്ക് വേണ്ടി വരുന്ന വഴിയിൽ ആ മയ്യത്ത് കാണാൻ കയറി. അവിടുത്തെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഉസ്താദെ ആ മയ്യത്തൊന്ന് കാണേണ്ടത് തന്നെയാണ്. ആ മുഖത്ത് വല്ലാത്ത പ്രകാശമുണ്ട്, ആ മുഖത്ത് വല്ലാത്ത വെളിച്ചമുണ്ട്, ഉസ്താദ് കാണണമെന്ന് പറഞ്ഞപ്പോ തിരക്കാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റല്ലേ ആ ഒരു വലിയ സൗഭാഗ്യം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് പറഞ്ഞ് കാണാൻ കയറിയപ്പോൾ മനസ്സുകൊണ്ട് കൊതിച്ചുപോയി. എന്റെ പ്രിയപ്പെട്ട സഹോദര, അങ്ങനെ ഒന്നും മരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിരുന്നെങ്കിലെന്ന്. നല്ല ഭംഗിയാണ് മുഖം കാണാൻ, എന്തോ ഒരു അത്ഭുതകരമായ പ്രകാശം ആ മുഖത്തേക്ക് വരികയാണ്. അതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ, ഈ പുന്നയൂർ കുളത്തിന്റെ പരിസരത്ത് ചില മരണ വീട്ടിലൊക്കെ നിങ്ങൾ അത് ദർശിച്ചിട്ടുണ്ടാവും. ഇനി സംസാരിക്കരുത്, ഇരിക്കുന്നവരിരുന്നോട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? ദയവ് ഇത് സംസാരിക്കരുത്, ഞാൻ നിർത്തിയിട്ട് പോകും. ഇനി വരുന്നവരും നിൽക്കുന്നവരൊക്കെ എന്തെങ്കിലും സൗകര്യം പോലെ ചെയ്തോട്ടെ. ഇനിയിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നാളെ നേരത്തെ തുടങ്ങാൻ വേണം. ഉള്ള സൗകര്യം ആവട്ടെ. നിങ്ങളൊന്നും ഇരിക്കും. ആകെ ഇവിടെ ഒരു അക്രവാദിയുണ്ട്, എവിടെ പോയാലും ഒരു നോട്ടീസായിട്ട് വരും. അൽഹംദുലില്ലാഹ്. അപ്പോ ഈ ഒരു വലിയ ഭാഗ്യം ഈ സദസ്സിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് സമയം ചിലവഴിക്കുന്നവർക്ക് അല്ലാഹു ഒരു വലിയ ഭാഗ്യം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷത്തോടുകൂടി മരിക്കാൻ. മരണം എന്ന് പറയുന്നത് എല്ലാവർക്കും വേദനയായിരിക്കും, പക്ഷേ മരിക്കുന്ന ആളിന് സന്തോഷമായിരിക്കണം. ഏത് സമയത്താണെന്ന് പറയാൻ കഴിയില്ല. ഇന്നലെ വരെ നമ്മുടെ മഹലിൽ ജീവിച്ചിരുന്ന ഒരു സഹോദരൻ, ഇന്ന് ഉച്ചവരെ നമ്മുടെ മഹലിൽ ജീവിച്ചിരുന്ന ഒരു സഹോദരൻ ഇന്ന് വൈകുന്നേരം മരണപ്പെടുകയുണ്ടായി. നാളെ ആ പ്രിയ സഹോദരനെ കബറടക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ നാം പത്രങ്ങളിലൂടെ വായിച്ചു. നാളെ പത്രമാധ്യമം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോ ഈ സമയത്ത് മരണപ്പെട്ട 100 കണക്കിന് ആളുകളുടെ വാർത്തകൾ നാം നാളെ വായിക്കാനുള്ളവരാണ്. അതുകൊണ്ട് ഒരു തീരുമാനം നിങ്ങൾ എടുക്കുക. എങ്ങനെ മരണപ്പെട്ടു കഴിഞ്ഞാലും ഒരേ ഒരു തീരുമാനം, അല്ലാഹുവേ, സ്വർഗത്തിന്റെ മാലാഖമാര് എന്റെ വീട്ടിലേക്ക് പറന്നിറങ്ങുന്ന ഒരു മയ്യത്താകണം. അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കൂറിന്റെ ഭവനത്തിലേക്ക് പറന്നിറങ്ങുന്ന ഒരു മയ്യത്താകണം. അത്ഭുതകരമായ സ്വർഗത്തിന്റെ സുഗന്ധമല എന്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോ എന്റെ ഭവനത്തിന്റെ അകത്തുണ്ടാകണമെന്നുള്ള മനസ്സിന്റെ ഒരു ആഗ്രഹം കൊണ്ടുവരിക. എങ്കിലാണ് നമുക്ക് വിജയം കിട്ടുക, അപ്പോഴാണ് നമുക്ക് വിജയം കിട്ടുക. എന്റെ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ നിങ്ങൾക്ക് അവസാന വസ്ത്രമായിട്ട് കൊണ്ടുവന്ന് പൊതിഞ്ഞു വരുന്ന വസ്ത്രമുണ്ടല്ലോ, നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ നിങ്ങളെ കുളിപ്പിച്ചു കൊണ്ടുവന്ന് വെക്കുന്ന മനോഹരമായ കഫംപുടവയുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ആ പുടവയെ അല്ലാഹുവിന്റെ മലക്കുകൾ വന്ന് മാറ്റുന്നതാണെന്ന് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. സഹോദരങ്ങളെ, മുത്ത് റസൂൽ പറയുന്നു, കൃത്യമായി നിസ്കാരമുള്ള പടച്ചോനെ പേടിയുള്ള ഖുർആൻ ഓതുന്ന, തലമറച്ച കരയുന്ന, ദുആരക്കുന്ന, സുജൂദിൽ കിടന്നുകൊണ്ട് പൊട്ടിക്കരയുന്ന വിശ്വാസി ലോകത്തോട് വിട പറയുമ്പോൾ ഈ വിരീതന്റെ പ്രഭാഷണം കേൾക്കാമെന്ന പ്രിയപ്പെട്ട സഹോദരിമാർ ഈ സദസ്സിൽ നിന്നുകൊണ്ട് നല്ലതുപോലെ തലമറച്ചിരിക്കുന്നു, നല്ലതുപോലെ പർദ്ദ. നാളെ ഒരു മലപ്പുറത്തൊരു കല്യാണത്തിന് പോയാലും അങ്ങനെ തന്നെ ധരിക്കുന്ന പെണ്ണുണ്ടല്ലോ.
നാളെ ഒരു ഫംഗ്ഷന് പോയാൽ ഉസ്താദേ എന്ന് വളരെ പറഞ്ഞ് കേട്ടതുപോലെ ആ ഒരു ഭയപ്പാടോടുകൂടി തന്നെയാ നിങ്ങൾ ജീവിക്കുന്നത് എന്ന ഒരു ഉറപ്പുള്ള മനസ്സിന്റെ ഉടമകളായ പെണ്ണന്മാരുണ്ടല്ലോ. ഈ കസേരകൾ വന്നിരുന്ന അവസാന സമയത്ത് ദുആ ചെയ്യുമ്പോൾ പൊട്ടിക്കരയുന്ന ആയിരക്കണക്കാര പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉസ്താദേ കസേരയിൽ വന്നിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും അത്ഭുതകരമായിട്ട് ആ മാറ്റം നിങ്ങൾ വരുത്താൻ ഒരുക്കമാണെന്ന് പറഞ്ഞ് ഇനി ഒരിക്കലും ഞാൻ കണ്ണുകൊടുക്കൂല, ഇനി ഒരിക്കലും ഞാൻ പെണ്ണുകൊടുക്കൂല. പാതിരാ സമയത്ത് മൊബൈലിന്റെ ഉള്ളറയിലുള്ള അത്യന്താധുനിക സൗകര്യങ്ങൾ നെറ്റുവഴി ഉപയോഗപ്പെടുത്തിയിട്ട് ലോകത്തിന്റെ നാനാഭാഗത്തുള്ള തൊലിവെളുത്ത സുന്ദരികളായ പെൺകുട്ടികളുടെ ശരീരത്തിന്റെ ശിഷ്ടങ്ങൾ കണ്ടുകൊണ്ട് സന്തോഷിക്കുന്ന പൈശാചികമായ പ്രവണതയില്ലേ, ഒരിക്കലും എന്റെ ജീവിതത്തിലൂടെ കൊണ്ടുവരൂല എന്ന് തീരുമാനിച്ചിട്ട് ഇസ്സത്തോടെ ജീവിച്ച ചെറുപ്പക്കാരില്ലേ, അങ്ങനെയുള്ള ചെറുപ്പക്കാർ ലോകത്തിൽ നിന്ന് മരണപ്പെടുമ്പോ, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിച്ച പെങ്ങന്മാര് മരണപ്പെടുമ്പോ 10, 30, 40 വർഷം പടച്ചറമ്പരാന്റെ പള്ളിയിൽ ഹാദിമീങ്ങളായി ആലിമീങ്ങളായി സേവനം ചെയ്ത് എന്റെ സഹോദരങ്ങളെ ആ പള്ളിക്ക് വേണ്ടിയിട്ട് ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട പരിപാലക സമിതിയുടെ സഹോദരങ്ങള് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാ അങ്ങനെ അവർ ജീവിച്ചു പോയതെങ്കിൽ അവർക്ക് ലോകത്തിൽ നിന്ന് മരണപ്പെടുമ്പോ പരിശുദ്ധാത്ത, കള്ളുകൊടുക്കാത്ത, ഹറാമ് ചെയ്യാത്ത, ഹറാമ് തിന്നാത്ത, ഹറാമ് കാണാത്ത ആ ശരീരവുമാണ് മരണപ്പെട്ടു പോകുന്നതെങ്കിൽ റസൂല് പറയുകയാ നസല ഇലൈഹി മലായികത്തും മിനസ്സമാ, ആകാശലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങുകയാണ്, ആകാശലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങുകയാണ്. സഹോദരങ്ങളെ, ഒരു മയ്യത്തിന്റെ കാര്യമാ പറയുന്നത്, ഒരാള് മരിച്ചു കിടക്കുന്നത് ആ വീട്ടിലേക്ക് വരുന്ന കാര്യമാ പറയുന്നത്. മലപ്പുറം ജില്ല മുഴുവനും നിന്റെ മരണ വീട്ടിലേക്ക് വന്നാൽ, തൃശ്ശൂർ ജില്ല മുഴുവനും നിന്റെ മരണ വീട്ടിലേക്ക് വന്നാൽ, എത്ര തറയിൽ കെട്ടുകാര് വരട്ടെ, എത്ര ദീനീ പ്രവർത്തകരെ കടന്നു വരട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഈ മലക്കുകളാണ് നിന്റെ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ അതിലപ്പുറത്തേക്ക് ഒരു സൗഭാഗ്യം എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നമുക്ക് ലഭിക്കാനില്ല, അതിലപ്പുറത്തേക്ക് ഒരു ഭാഗ്യം എന്റെ മുസ്ലിമേ നമുക്ക് ലഭിക്കാനില്ല. റസൂൽ പറയുന്നു ആകാശലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. ഇങ്ങനെ മരണപ്പെട്ടാൽ നല്ല പ്രകാശമുള്ള മുഖത്തോടെ കിടക്കുകയാണ്. ഈമാന്റെ പ്രസരിപ്പോടെ മരിച്ചുപോയവരാ, ഈമാന്റെ പ്രകാശത്തോടെ മരിച്ചുപോയവരാ, ഒരു വക്കത്ത് നിസ്കാരം പോലെ കലാകാലം ജീവിച്ചു പോയവരാണ്. കള്ളുകുടിയിൽ നിന്ന് മാറിപ്പോയ, അനാവശ്യങ്ങളിൽ നിന്ന് അനാശാസ്യങ്ങളിൽ നിന്ന് മാറിപ്പോയ, ഈമാന്റെ തുളപ്പോടുകൂടി മരണപ്പെട്ടു പോലും ചെറുപ്പക്കാരാ, എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ നസലയിലേക്ക് മലായികത്തും മിനസ്സമാ, ആകാശ ലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരികയാണ്. ബൈദുൽ വുജൂഹ്, അവരുടെ മുഖം വല്ലാതെ വെളുത്തിരിക്കുന്നതാ, അവരുടെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കുന്നതാണ്. സൂര്യനെ പോലെ പ്രകാശിക്കുന്ന മുഖത്തിന്റെ ഉടമകളായ മലക്കുകൾ നീ മരിച്ചു കിടക്കുമ്പോ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, അവരെ കയ്യിൽ തുണിയുണ്ടാകും മുസ്ലിമേ, മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന. എന്റെ പ്രിയപ്പെട്ട മക്കളെന്ന് പൊരിഞ്ഞ തുണിയില്ലേ, ആ തുണി മാറ്റിയിട്ട് മലക്കുകൾ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന കഫംപടവ കൊണ്ട് എന്റെ മയ്യത്ത് പൊരിയുന്നതാ. എത്രയോ മഹാന്മാരെ എങ്ങനെ പൊരിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് കാണാൻ കഴിയില്ല. എത്രയോ മലബാറിന്റെ തീരത്ത് നിങ്ങൾ പോയി കണ്ട മരണ വീടിന്റെ ഉള്ളറയിൽ എത്രയോ സഹോദരിമാരുടെ മയ്യത്തുകൾ എങ്ങനെ മലക്കുകൾ പൊരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് കാണാൻ കഴിയില്ല, നമുക്ക് അനുഭവിക്കാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹുവിന്റെ പൊരുത്തത്തോടെ മരിച്ചവർക്ക് ഇവിടെ കടയിൽ നിന്ന് വാങ്ങുന്ന തുണിയല്ല, അവർ അവസാന കഫൻ തുണി അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് കൊടുത്തേക്കുന്നതാണ്. അല്ലാഹുവേ, അതിനുള്ള തൗഫീഖ് നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്, അതിനുള്ള മഹാഭാഗ്യം നിങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഈ മനോഹരമായ പള്ളിയുടെ കബർസ്ഥാനിൽ നൂറുകണക്കാറ് കബറാളുകൾ കിടന്നിറങ്ങുകയാണ്. അവര് കരയുകയാണോ, അവര് ചിരിക്കുകയാണോ, അവര് അദാബിന്റെ ഉള്ളറയിൽ കിടന്ന് വെന്തിരിയുകയാണോ അറിയില്ല അല്ലാഹ്, അറിയില്ല അല്ലാഹ്. നമ്മൾ ഇന്ന് മരണപ്പെട്ടാൽ നാളെ ഈ സമയത്ത് മണ്ണറയുടെ ഉള്ളിലാണ്. അല്ലാഹുവേ, പടച്ചവനെ, എല്ലാ ദിവസവും ഇതുപോലെ പ്രസംഗത്തിന് പോയി ഇങ്ങനെ മരണവും കബറൊക്കെ പറഞ്ഞു പറഞ്ഞു ഈ എന്റെ മനസ്സിന്റെ അകത്ത് വല്ലാത്ത ഭയം വന്നു പോയപ്പോഴാണ്
എല്ലാവരും നമ്മളൊക്കെ ചിന്തിക്കണം, പഴയ കാലത്തൊക്കെ ഉമ്മമാർ അവരുടെ വീടിന്റെ അലമാരയുടെ ഭാഗത്ത് ഒരു കഫംപുടവ് വെച്ചിരിക്കും. അവർ മരിക്കുമ്പോൾ പൊതിയാൻ വേണ്ടി വാങ്ങി വെച്ചിരിക്കുന്നത്. നല്ല തഖ്വയുള്ള ഉമ്മമാർ, മുഹീദ്ദീമാലയും മങ്കൂസ് മൗലിദും ഇതൊക്കെ ഓതി തഴക്കവും പഴക്കവും ചെന്ന കറ കളഞ്ഞ നല്ല പ്രിയപ്പെട്ട ഉമ്മമാർ. അവർ കഫംപുടവ് വാങ്ങി വെച്ചിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് അതെടുത്ത് നോക്കിയിട്ട് അതിലൊന്ന് മുത്തം കൊടുത്തിട്ട് പറയും, അല്ലാഹുവേ ഇതെന്നെ പൊതിയാനുള്ളതാണല്ലോ റബ്ബേ എന്ന് മനസ്സുകൊണ്ട് പറയും. അങ്ങനെ കിടക്കുന്ന ഒരു ഉമ്മയുടെ ഈമാൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഏതെങ്കിലും ഉമ്മമാർക്ക് ഇന്ന് അങ്ങനെ ഉറങ്ങാനുള്ള ഒരു സൗഭാഗ്യമുണ്ടോ? വീട്ടിന്റെ അകത്ത് ആരെങ്കിലും അങ്ങനെ വാങ്ങി വെച്ചിട്ടുണ്ടോ? ആരും വാങ്ങി വെച്ചിട്ടില്ല. അതിന് പകരം ഏതെങ്കിലും പത്രത്തിൽ 100 വർഷം ഭർത്താവ് ജീവിച്ചിരിക്കാൻ രത്നക്കല്ല് വെച്ച മോതിരം ഒന്ന് കാണുമ്പോൾ 50,000 60,000 രൂപ കൊടുത്ത ആ മോതിരം വാങ്ങി ഭാര്യയും ഭർത്താവും കൂടെ ഇട്ടിട്ട് ഇനി ഒരിക്കലും ഞങ്ങൾ മരിക്കൂലേക്ക എന്ന് പറഞ്ഞുകൊണ്ട് നെഞ്ചുരിച്ച് നടക്കാനല്ലാതെ ഇന്ന് മരണപ്പെട്ടാൽ എന്റെ കബറിന്റെ അകത്ത് കൊണ്ടുപോകാൻ എന്തുണ്ട് എന്ന് ചിന്തിക്കുന്ന ഗൗരവത്തിന്റെ ചിന്ത ഈ സമുദായത്തിൽ നിന്ന് നഷ്ടപ്പെടുകയാണ്. ആ ചിന്ത വേണം സഹോദരിമാർ, ഉറപ്പായും ആ ചിന്ത നമുക്ക് ആവശ്യമാണ്. ഞാനിത് പറയുമ്പോൾ എന്റെ വീട്ടിൽ എന്റെ തുണി എന്റെ ഡ്രസ്സൊക്കെ പ്രസംഗത്തിന് പോകാൻ വേണ്ടി എന്റെ പ്രിയപ്പെട്ടവള് അടക്കി തേച്ച് വെച്ചിരിക്കുന്ന അലമാരയിലൊക്കെ അകത്ത് വെച്ചിരിക്കുന്ന എന്റെ ഡ്രസ്സ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഒരു ഒറ്റമുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ ഈ വടക്ക് ഭാഗത്തുള്ള ഒരു വലിയ ഉസ്താദ് ഈ വിനീതനൊരു പെരുന്നാൾ സമ്മാനമായിട്ട് കൊടുത്തയച്ച ഒരു നല്ല വസ്ത്രം നാഗൂർ സിയാറത്തിന് പോയപ്പോൾ അദ്ദേഹം വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നയച്ചതാണ്. അത് ഞാൻ എന്റെ അലമാരയിൽ വെച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ ജീവിച്ചിരിക്കുമ്പോഴാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയാൻ നേരത്തെ നീ പറയണം, സാധാരണ പൊതിയുന്ന 2 വസ്ത്രത്തിന്റെ കൂടെ ഈ ഒരു വസ്ത്രം കൂടി, അതൊരു വലിയ ഗുരുനാഥന്റെ ഒരു പൊരുത്തമാകട്ടെ എന്ന് കരുതി ഈ ഒരു വസ്ത്രം കൂടി വെക്കണം. അതല്ലാതെ കൊണ്ടുപോകാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലല്ലോ എന്റെ സഹോദരങ്ങൾ. ചില വ്യക്തികളൊക്കെ ആദ്യമായി ഹജ്ജിന് പോയപ്പോൾ അവര് ധരിച്ച ആ വസ്ത്രം ഇഹ്റാമിന്റെ വസ്ത്രം എടുത്ത് മാറ്റിവെച്ചിരിക്കും. നല്ലത് തന്നെയാണ്. ജീവിതത്തിൽ എപ്പോഴും ഒരു മരണത്തിലേക്ക് ഒരു തിരിഞ്ഞു നോട്ടം എന്ന് നമുക്കുണ്ടാവും. ഇന്ന് ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്ക് അതുണ്ടോ? കാണുന്നത് രസിക്കുക, സുഖിക്കുക, കുടിക്കുക, ഉല്ലസിക്കുക എന്നതിനപ്പുറം ഇന്നും മരിച്ചാൽ എന്ന് നമ്മൾ ആരും ചിന്തിക്കലില്ല. എന്തായാലും മരിക്കും, പക്ഷെ അത് ഇന്നൊന്നുമില്ല, കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ മരിക്കുള്ളൂ. ഇന്നും മരിച്ചാൽ എന്ത് എന്ന ചിന്ത ഓരോ വ്യക്തിയുടെയും മനസ്സിന്റെ നെഞ്ചിന്റെ ഉള്ളറയിൽ എന്റെ സഹോദരങ്ങളെ മൂർച്ചയുള്ള കടാര കൊണ്ട് എഴുതിയിട്ടൊരു ചോദ്യചിഹ്നവും ഒരു കുത്തുവിടണം. ഇന്നും മരിച്ചാൽ ഇപ്പൊ നെഞ്ചു തുറന്ന് അതിന്റെ അകത്ത് എഴുതി ചോദ്യചിഹ്നമാണ്, ഞാൻ ഇന്നും മരിച്ചാൽ എന്ന് ഒരു ചോദ്യമുണ്ടെങ്കിലേ അവസാന മലക്കുകൾ കൊണ്ടുവരുള്ളൂ നമുക്ക്, അല്ലേ? അത് മാത്രമല്ല, നമ്മുടെ മയ്യത്ത് ചുമക്കുമ്പോണ്ടല്ലോ, പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന സന്തൂക്കിലേക്ക് നമ്മുടെ മയ്യപ്പെടുത്തി വെക്കുമ്പോ, ഇപ്പോ അസ്റഫ് ഹാജിയുടെ ശരീരം നിങ്ങൾ കണ്ടോ? ഇപ്പൊ ഇത് മെലിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇത് മെലിഞ്ഞ് പ്രസംഗത്തിന് വേണ്ടി ഓടി. പ്രസിഡന്റ് പിന്നെ നേരത്തെ അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പ്രശ്നമില്ല. അസ്റഫ് ഹാജി ഇതിന്റെ ഡബിൾ ഉണ്ടായിരുന്നു. ഒരു പ്രസംഗം വെക്കാൻ വേണ്ടി ഓടിയപ്പോ അതിന്റെ പകുതിയായി. എന്തായാലും ഒരു 10-60 കിലോ ഉണ്ടാവും. എത്ര ഉണ്ടാവും? 75. വെറുതെ പറഞ്ഞ സത്യം പറയാൻ വേണ്ടി 75 കിലോ. ചില ചെറുപ്പക്കാരൊക്കെ ത്രാസിൽ കയറി തൂങ്ങി നോക്കിയാണ്ടല്ലോ, ത്രാസിൽ എഴുതി കാണിക്കാൻ കേടാക്കാതെ ഒന്ന് ഇറങ്ങി പോടെയാണ്. അത്രയ്ക്ക് 10-150 കിലോ ഉണ്ടാവും. അപ്പോ ഈ ശരീരം ഉണ്ടല്ലോ, മയ്യത്തായിട്ട് കിടന്നാൽ ശരീരത്തിന് ഭാരം കൂടുതല. ഒരു സാധനം റൂഹ് പിരിഞ്ഞു പോയാൽ വലിയ ഭാരമാണത്. പക്ഷെ ചില മയ്യത്തുകൾ ഉണ്ടല്ലോ, ചുമന്നാലും അറിയില്ല, എങ്ങനെ കൊണ്ടുപോയി എന്നറിയില്ല, എങ്ങനെ പള്ളിപ്പറമ്പിൽ എത്തിയെന്നറിയില്ല ചില മയ്യത്തുകൾ. അതാണ് ഭാഗ്യമുള്ള മയ്യത്തുകൾ. അതാണ് ഭാഗ്യമുള്ള മയ്യത്തുകൾ. തിരുവനന്തപുരത്ത് അങ്ങനെ ഒരു ആചാര്യണ്ടായിരുന്നു. അള്ളാഹു ഖബർ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കുമാറാകട്ടെ. സമദ് ഹാജി, അബ്ദുൽ സമദ് ഹാജി എന്നൊക്കെ അറിയപ്പെടുന്ന തോലുകൾ, ആടിന്റെ തോല് ബിസിനസ് നടത്തുന്ന സഹോദരനാണ്. ഒരുപാട് പാവപ്പെട്ടവർക്ക് അള്ളാഹുവെ എത്ര യതീമീങ്ങളെയാണ് ആ പ്രിയപ്പെട്ട ഹാജിയാര് നിക്കാഹിന് വേണ്ടി കാശ് കൊടുത്തിട്ടുള്ളത്. എത്ര യതീംഖാനകൾക്കാണ്, എത്ര ഉസ്താദുമാർക്കാണ്, എത്ര പണ്ഡിതന്മാർക്കാണ്, എത്ര മുതഅല്ലിമീങ്ങൾക്കാണ് ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഒരു 10 അച്ചറവാജിയുടെ അത്രത്തോളം തടിയും വലിയ ഗൗരവവും ശരീരമൊക്കെ വലിയ ശരീരമാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്കൊരു വലിയ സങ്കടമായിരുന്നു, ഉപ്പ മരണപ്പെട്ടാൽ പള്ളിയിൽ ഏറ്റവും വലിയ ഭീതിയുള്ള ഒരു ഖബർ വെട്ടേണ്ടി വരും, നാട്ടിലൊക്കെ അതിന് ചർച്ചയാവും, നാണക്കേടാവോ എന്നൊക്കെ അവർക്ക് തോന്നിയിരുന്നു.
മയ്യത്ത് കൊണ്ടുപോകാൻ തന്നെ പ്രത്യേകിച്ച് സന്തൂക്ക് അവർ ഏർപ്പാട് ചെയ്തിരുന്നു. എന്റെ സഹോദരങ്ങളെ, വീടിന്റെ അകത്ത് റൂമിന്റെ അകത്തിരുന്ന് കഅബാലയത്തിന്റെ ഫോട്ടോ വെച്ചിരിക്കുന്ന ആ ഭാഗത്തിരുന്ന് ചാരുകസേരയിൽ ആ കഅബാലയത്തെ നോക്കിക്കൊണ്ടിരുന്ന് ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് ഹാജി ലോകത്തോട് വിട പറയുമ്പോ ആ പ്രിയപ്പെട്ട മക്കളൊക്കെ വിചാരിച്ചു വാതിൽ പോലും ചിലപ്പോൾ മാറ്റേണ്ടി വരും വാപ്പായെ പുറത്തു കൊണ്ടുവരാൻ. ഒരു പ്രശ്നവും ഉണ്ടായില്ല. ആ മയ്യത്ത് ചുമന്നവര് പറയുകയാണ്, ഒരു കൊതുകിന്റെ ചിറകിന്റെ ഭാരം പോലുമില്ല. എങ്ങനെയാണ് അങ്ങനെ സംഭവിച്ചത് എന്ന് നമുക്കറിയില്ല. പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയപ്പോ ചെറിയ കബറിന്റെ ഉള്ളറയിൽ ഒരു കുഞ്ഞിനെ അടക്കുന്ന പോലെ അടക്കാനുള്ള സംവിധാനം അള്ളാഹു ആ മയ്യത്തിലൂടെ ചെയ്തു കൊടുത്തു എന്ന് പറയുമ്പോൾ അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട മയ്യത്തുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഭാഗ്യമത. അള്ളാഹു ഇഷ്ടപ്പെട്ട മയ്യത്തുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഭാഗ്യവത. ഒരു വിഷമവും ഉണ്ടാവൂല, ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവൂല, ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാവൂല. അങ്ങനെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് തരട്ടെ. ഇതുപോലെയുള്ള സ്വർഗത്തിന്റെ മജ്‌ലിസിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞാൻ ദുആരുന്നു എന്റെ ഉപ്പാക്ക് വേണ്ടി. അള്ളാഹു എന്റെ ഉപ്പായെ അങ്ങനെയാ മരിപ്പിച്ചത്. മരിച്ച 1 മണിക്കൂറിനകത്ത് കബർ റെഡിയായി. അടുത്ത 1 മണിക്കൂറിനകത്ത് മയ്യത്ത് കബറിന്റെ അകത്തേക്ക് കൊണ്ടുവെക്കാനുള്ള സൗകര്യം അള്ളാഹു തന്നെ ചെയ്തു. ആരാണ് എവിടെ നിന്ന് ഇതൊക്കെ നടത്തിയെന്നറിയാതെ ചിന്തിച്ചു പോകുന്ന അത്ഭുതമായിരുന്നു. എന്തുകൊണ്ടെന്നറിയുമോ? അല്ലാഹുവേ, ഉത്തറസൂല് പറഞ്ഞ രീതിയിൽ മലക്കുകൾ ഇറങ്ങുന്ന മരണ വീടാക്കി നിങ്ങളുടെ മരണം നടക്കുന്ന വീടിനെ നീ മാറ്റണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അങ്ങനെ മരിക്കണം നമ്മൾ. എന്റെ സഹോദരിമാരെ, ഒരാൾ പോലും കൂടെ വരാത്ത, ഒരാൾ പോലും സഹായത്തിന് കൂടെ വരാത്ത കബറിന്റെ ഉള്ളിൽ നീ ചെയ്തു പോയ പ്രവർത്തനങ്ങളും മാത്രമല്ലാതെ ഒന്നുമില്ലാതെ കബറിന്റെ ഉള്ളറയിലേക്ക് നിന്നെ കൊണ്ടുവെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന നസലയിലെ മലായികത്തുൻ മിനസ് സമാ, ആകാശലോകത്തിൽ നിന്ന് മലക്കുകൾ പറന്നിറങ്ങി വരികയാണ്. എഴുത്ത മുഖമുള്ള മലക്കുകൾ ഇറങ്ങി വരികയാണ്. അവിടെ മുഖമുണ്ടല്ലോ സൂര്യനെ പോലെ പ്രകാശിക്കുകയാണ്. ആ മുഖമുള്ള മലക്കുകൾ ഇറങ്ങി വന്നിട്ട് കഫനും മിൻ അക്ഫാനിൽ ജന്നാ, സ്വർഗത്തിന്റെ കഫം തുണി കൊണ്ടുവരികയാണ്. അല്ലാഹുവേ, നമ്മളെ മറ്റുള്ളവർ ധരിപ്പിച്ച വസ്ത്രമെന്ന് മാറ്റുകയാ പെങ്ങളെ. അതാർക്കും കാണാൻ കഴിയുന്നില്ല. നിന്റെ ഭർത്താവ് വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന കഫം തുണിയില്ലേ, ആ തുണി അങ്ങോട്ട് മാറ്റുന്ന പെങ്ങളെ. എന്നിട്ട് സ്വർഗത്തിന്റെ മനോഹരമായ കഫം പുടവ കൊണ്ടുവന്ന് മലക്കുകൾ നിന്നെ പൊതിയുകയാ. ഒരാൾക്ക് പോലും കാണാൻ കഴിയുന്നില്ല, ഒരാൾക്ക് പോലും അറിയാൻ കഴിയുന്നില്ല. ആ തുണിയിലാണ് കബറിന്റെ ഉള്ളറയിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കുന്നത്. എന്റെ സഹോദരങ്ങളെ, ആ രീതിയിൽ മരിക്കണ്ടേ, ആ രീതിയിൽ മരിക്കണ്ടേ, ആ രീതിയിൽ മരിക്കണ്ടേ. അങ്ങനെ അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ ഉറപ്പ് പറഞ്ഞ ചില മരണങ്ങളുണ്ട്. അതിലൊന്നാമത്തെ മരണമേതെന്നറിയോ? പരിശുദ്ധ മക്കത്തെ ഹജ്ജിന് പോയിട്ട് ഇഹ്റാമിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പ്, ഹജ്ജ് തീരുന്നതിന് മുമ്പ് അവിടെ മരണപ്പെടുന്നവരാണ്. അവരെ മയ്യത്ത് കൊണ്ടുപോകാൻ മലക്കുകൾ ഇറങ്ങി വരുന്നതാ, അവരെ കബറടക്കാൻ മലക്കുകൾ ഇറങ്ങി വരുന്നതാ, അവരെ മയ്യത്ത് പൊതിയാ മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ കബറിന്റെ ഉള്ളറയിൽ നിന്നവർ എഴുന്നേറ്റ് വരുന്നത് എങ്ങനെയാ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക എന്ന തൽബിയത്തിന്റെ വചനമുരുകിട്ടുകൊണ്ടാണ് കബറിന്റെ ഉള്ളറയിൽ നിന്നവർ എഴുന്നേറ്റ് വരുന്നതും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവേ, മക്കത്ത് പോകാന് മദീനത്ത് പോകാന് ഭാഗ്യം തരണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദുബായിലുള്ള ഭർത്താവിന്റെ കൂടെ എത്ര ദിവസം നീ എവിടെ പോയി കറങ്ങി പെങ്ങളെ? മസ്കറ്റിലുള്ള ഭർത്താവിന്റെ കൂടെ എത്ര ദിവസം പോയി കറങ്ങി പെങ്ങളെ? എത്രയോ വിദേശ രാജ്യത്ത് യാത്ര ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഉല്ലസിക്കാൻ അവസരം ലഭിച്ച പെങ്ങളെ, അല്ലാഹുവിന്റെ കൈതാലയമാകുന്ന ആത്മീയ ഉല്ലാസത്തിന്റെ കേന്ദ്രത്തിലേക്ക് പോകാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിന്റെ ഈ ചുണ്ടുകളിലെ മുത്തറസൂലിന്റെ ആദർശത്തിലേക്ക് ചേർത്ത് വെക്കണ്ടേ ചെറുപ്പക്കാരാ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചേർത്ത് വെക്കണ്ടേ സഹോദരങ്ങളെ? കൈതാലയത്തിന്റെ ചുറ്റുമൊന്ന് നമുക്ക് നടക്കണ്ടേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ? അല്ലാഹുവേ, ഒരു സദസ്സിലേക്ക് ഞാൻ പ്രസംഗത്തിന് പോയപ്പോൾ
കാസറ്റ് കച്ചവടക്കാരനായ ഒരു പ്രിയപ്പെട്ട സഹോദരൻ പറയുകയാണ്, ഉസ്താദേ, കാസറ്റ് വെച്ച് കിട്ടുന്ന കാശ് കൊണ്ടാണ് ഉദരപൂരണം നടത്തുന്നത്. പക്ഷേ മനസ്സിന്റെ ഒരു വലിയ ആഗ്രഹം പറയട്ടെ, അവരൊന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ വന്ന് നിറഞ്ഞു കവിയുന്ന സരസിന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോ ഞങ്ങളെപ്പോലെ ഗതിയില്ലാത്ത പാവപ്പെട്ടവർ, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കിടക്കുന്ന പാവപ്പെട്ടവർക്ക് പരിശുദ്ധ മക്കയൊന്ന് കാണാ, മദീനയൊന്ന് കാണാൻ വേണ്ടി ദ്വാരക്കണമെന്ന് പറഞ്ഞു പോരെങ്കിൽ അള്ളാഹുവേ, സരസിൽ വാഹനം ഓടിച്ച് ജീവിക്കുന്നവരുണ്ടല്ലോ. പടച്ചവര്, ഈ വലിയ പ്രസംഗം ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് സ്ക്രീനും പരിപാടി നടത്തുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ, കച്ചവടത്തിൽ വന്ന സാധുക്കളുണ്ടല്ലോ, കപ്പലിന്റെയും വെള്ളവും സരസിൽ കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്നവരുണ്ടല്ലോ. പടച്ചവനെ, ഭർത്താവ് ഭരിച്ചു വെച്ച കടം ഇങ്ങനെ കുന്നുകയറുമ്പോ സൈക്കാരാഹാര ചോർന്നൊരുക്കുന്ന വീട്ടിന്റെ കത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടു പോയ നൂറുകണക്കിന് ഉമ്മമാരുണ്ടല്ലോ. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പൊട്ടിക്കരയുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ടല്ലോ. ഈ സരസിൽ വന്നതിന്റെ ബറക്കത്ത് കൊണ്ട് മക്ക കാണാറ്, മദീന കാണാറ്, അവരെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹു പരിശുദ്ധ മക്കത്തും മദീനത്തും പോകാൻ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് തൗഫീഖ് തരട്ടെ. നല്ല ആവേശത്തിൽ ആമീൻ പറഞ്ഞു. ഈ ദുആ നമ്മുടെ ആമീനോടുകൂടി മലക്കുകൾ അങ്ങോട്ട് പറഞ്ഞ് സ്വീകരിച്ചാൽ ഈ ദുആയ്ക്ക് പകരം അത്ഭുതകരമായി മക്കത്തും മദീനത്തും പോകാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഒരു വിഭാഗം അവരാണ്. രണ്ടാമത്തെ വിഭാഗം മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരെ കൊണ്ടുപോകുന്ന ഒരു വിഭാഗമാണ് വുളൂഓടുകൂടി മരിക്കുന്നവർ. വുളൂഓടുകൂടി മരിക്കുന്നവർ. ആദ്യം പറഞ്ഞത് ഷഹീദായി മരണപ്പെട്ടില്ല, പിന്നെ ഈ ഇഹ്റാം കെട്ടി മരിക്കുന്നവർ. രണ്ടാമത് പറഞ്ഞ വുളൂഓടുകൂടി മരിക്കുന്നത്. വുളൂഓടുകൂടി മരിക്കുന്നത് മലക്കുകൾക്ക് വലിയ സന്തോഷമാണ്. ശുദ്ധിയോടുകൂടി മരിക്കുക. എപ്പോഴും വുളൂ എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും വുളൂ എടുത്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങൾ പറയും ഭർത്താവിനെ തൊട്ടാ വുളൂ മുറിയും, ഭർത്താവ് ഭാര്യയെ തൊട്ടാ വുളൂ മുറിയും. അങ്ങനെയാണെങ്കിൽ പിന്നെ എപ്പോഴും വുളൂ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റൂലല്ലോ. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, നമ്മളിപ്പോ വുളുവിനൊരു മര്യാദ കൊടുത്തിട്ട് ആ ആദരവോടുകൂടി വുളുവിനെ കാണുക. മരിക്കുന്ന സമയത്ത് വുളുവോടുകൂടി മരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആരക്കുക. എന്നിട്ട് അതിനൊരു ഭവ്യത കൊടുക്കുമ്പോൾ ആ ഒരു സൗഭാഗ്യം അള്ളാഹു നമുക്ക് തരൂല. നമ്മുടെ മനസ്സാണല്ലോ റബ്ബ് കാണുന്നത്. അങ്ങനെ മരണപ്പെട്ട മയ്യത്തുകൾക്ക് പ്രത്യേക പരിഗണനയാണ്. മൂന്നാമത്, ഈ ലോകത്തിൽ നിന്ന് ഷഹീദായി മരണപ്പെടുന്നവരാണ്. അല്ലാഹുവേ, അവരെ ഒരു കാര്യങ്ങളും ചെയ്യാൻ, അവരെ ഒരു കാര്യങ്ങളും മനുഷ്യർ ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല. അവർക്ക് മലക്കുകളെ കൊണ്ട് തന്നെ അല്ലാഹു സർവ്വകാര്യങ്ങളും ചെയ്യിപ്പിക്കുന്നതാണ്. അവരെ കൊണ്ടുവന്നടക്കാനും അവരെ കൊണ്ടുപോകാനും ഒക്കെ അല്ലാഹുവിന്റെ മലക്കുകൾ അത്ഭുതകരമായി പടച്ചതമ്പുരാ പറഞ്ഞുവിടുന്നതാണ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഷഹീദായി മരിക്കുക എന്നൊരു ചെറിയ കാര്യമല്ല. ഷഹീദായി മരിക്കുക എന്നൊരു ചെറിയ കാര്യമല്ല. അല്ലാഹു കൊടുക്കുന്ന ഒരു വലിയ ഭാഗ്യമാണ്. പക്ഷെ ആ ഷഹീദിന്റെ പ്രതിഫലം പോലെ പ്രതിഫലം കിട്ടുന്ന ഒരു മയ്യത്താകാൻ എന്റെ പ്രിയപ്പെട്ട പൊന്നിയൂർകുളത്ത് തടിച്ചുകൂടുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് സാധിക്കുന്നതാണ്. ഞാനൊരു അമല് പറഞ്ഞു തരാ. ഇന്ന് പ്രസംഗത്തിന്റെ അവസാനം ഞാനൊരു അമല് പറഞ്ഞു തരാ. എല്ലാ ദിവസവും നിങ്ങൾ ആ പുണ്യകർമ്മം ചെയ്യുമെങ്കിൽ ഉറപ്പായും ഈ സരസിനെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, നിങ്ങൾക്ക് കാണാൻ കഴിയാത്ത ലക്ഷക്കണക്കാന മലക്കുകളെ സാക്ഷി നിർത്തിയിട്ട് പറയുന്നു, ആ ഒരു പുണ്യകർമ്മത്തിന് പകരമായിട്ട് പിന്നെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് ഷഹീദായി മരിക്കുന്നതിന്റെ പ്രതിഫലം നീ മരിക്കുമ്പോൾ അല്ലാഹു തരുന്നതാണ്. എല്ലാ ദിവസവും ആ പുണ്യകർമ്മം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യണം. അത് നിർത്തുമ്പോ പറഞ്ഞു തരും, ചെയ്യൂലേ? ഇൻഷാ അല്ലാഹ് ചെറിയ കാര്യമാണ്, നിങ്ങൾ കഷ്ടപ്പെടണ്ട. ഒരു ചെറിയ കാര്യമാണ്, ഉറപ്പായിട്ടും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. കുറച്ച് ഇൻഷാ അല്ലാഹ് നല്ല റാഹത്താണെന്ന് പറഞ്ഞ് അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ. ഇപ്പൊ ഇൻഷാ അല്ലാഹ് പറഞ്ഞവർക്ക് അള്ളാഹു മരിക്കുമ്പോ റഹ്മത്തിന്റെ മലക്കുകൾ മുത്തം കൊടുക്കുന്ന മയ്യത്താക്കി അള്ളാഹു മാറ്റുമാറാകട്ടെ. ഇപ്പൊ ചില ആൾക്കാർ പറയും, നമുക്കൂടെ ഇൻഷാ അല്ലാഹ് പറയാനുള്ളതായിരുന്നു. എല്ലാം ഒരു അവസരമാണല്ലോ, നഷ്ടപ്പെട്ടിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോ ഈ ഒരു അമൽ അത് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനം പറഞ്ഞത്, ആ സമയത്ത് നമുക്കത് പറഞ്ഞ് എല്ലാവരും അതൊന്നും ആലോചിച്ചാൽ മതി. നമുക്ക് ജീവിതത്തിൽ ചെയ്യാനൊക്കെ സാധിക്കും. നമ്മൾ എത്രയോ സമയം വെറുതെ പഴിക്കണം, എത്രയോ നമുക്ക് ചെയ്യാൻ സാധിക്കും. മലക്കുകൾ ഇറങ്ങി വരാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറഞ്ഞതാ, 3 കാര്യങ്ങളെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിക്കുക. ഈ പറയാൻ പോകുന്ന 3 കാര്യങ്ങളെ തൊട്ട് അല്ലാഹു പടച്ചതമ്പുരാ നിങ്ങളെ കാത്തു രക്ഷിച്ചാൽ നസല ഇലൈഹി മലായികത്തുൻ മിനസ് സമാ,
നിങ്ങൾ മരിക്കുന്ന സമയം ആകാശലോകത്തിൽ നിന്ന് മലക്കുകൾ ഇറങ്ങി വരുന്നതാണ്. മുത്ത് റസൂൽ സഹാബത്തിനൊരു ദുആ പറഞ്ഞു കൊടുക്കുകയാണ്. 3 വരിയുള്ള ദുആ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ദുആ കൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ അത്ര പുരട്ടാറ് സുഗന്ധമുള്ള മരണ വീടാകാം. നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ മയ്യത്ത് ചുമക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഒരു ഭാരവും നിന്റെ നാട്ടുകാർക്ക് ഉണ്ടാകാതിരിക്കാൻ അത്ഭുതകരമായി പള്ളിപ്പറമ്പിലേക്ക് അത്ഭുതകരമായിട്ട് അതിശയത്തോടെ നിന്റെ മയ്യത്ത് കൊണ്ടുവെക്കാൻ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. ഈ 3 കാര്യങ്ങളെ തൊട്ട് അല്ലാഹു നിങ്ങളെ കാത്തുരക്ഷിച്ചാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുന്നതാണ്. അതുകൊണ്ട്